ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിനെയും ഋതികയുമാണ്. തങ്ങളിപ്പോൾ ഉള്ള റിസോർട്ടിന്റെ പേരും പറഞ്ഞുകൊണ്ട് രാജു വേണുവിനെ വിളിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിക്കുമെന്ന് രാജു പറയുമ്പോൾ, എടാ ചെക്ക, അതത്ര നല്ല സ്ഥലമല്ലെന്നും അതുകൊണ്ട് എന്താണെങ്കിലും രാത്രി യാത്ര വേണ്ടെന്നും വേണു പറയുന്നു. തുടർന്ന് വേണു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രാജു ഋതികയോട് പറയുമ്പോൾ ഋതിക പറയുകയാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെറിയമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ. തുടർന്ന് യാമിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് ഋതിക. എന്താണെങ്കിലും രാജു കൂടെ ഉണ്ടല്ലോ മോളെ, അത് കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ മോൾ സേഫ് ആണെന്ന് പറഞ്ഞ് യാമിനിയും ഫോൺ വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവും ഋതികയും ആഹാരം കഴിക്കാനായി ചെല്ലുന്നതാണ്. അതേസമയം ഹോട്ടൽ ഉടമ അവർക്ക് വേണ്ടി ഡിന്നർ തന്നെയായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് രാജുവും ഋതികയും. തുടർന്ന് സന്തോഷത്തോടെ ആഹാരം കഴിച്ച് മുറിയിലേക്ക് ചെല്ലുന്ന രാജുവും ഋതികയും മുറിയിലെ അലങ്കാരങ്ങളെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ആഹാ, ഇത് കൊള്ളാലോ, ന്യൂ കപ്പിൾസിനുള്ള മണിയറ പോലെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് ഋതിക പറയുമ്പോൾ, ഇതും ആ മാനേജറുടെ പണിയായിരിക്കുമെന്ന് രാജു പറയുന്നു. തുടർന്ന് രാജു ചോദിക്കുകയാണ്, അല്ല മേഡം, നമ്മൾ രണ്ടുപേരും ഇതേപോലൊരു ഹോട്ടലിൽ ഒരു മുറിയിൽ കഴിയുന്നത് കൊണ്ട് മേഡത്തിന് എന്തെങ്കിലും ടെൻഷനോ വിഷമമോ വല്ലതും തോന്നുന്നുണ്ടോ എന്ന് രാജു ചോദിക്കുമ്പോൾ, ഇതെന്റെ ഒരു സ്വപ്നമായിരുന്നെന്ന് ഋതിക പറയുന്നു. എന്താ മേഡം പറഞ്ഞത് എന്ന് രാജു ചോദിക്കുമ്പോൾ ഋതിക പറയുകയാണ്, അത് പിന്നെ നമ്മൾ ഇതിനു മുമ്പും ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഇത് ഒരു റിസോർട്ടല്ലേ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ വീട്ടിലാണ് ഞാൻ സേഫേ അല്ലാത്തത്. കണ്ടില്ലേ, ആ അംബികമ്മായി എന്നെ കൊല്ലാനായി നടക്കുകയാണ്. അവരൊരു ദുഷ്ടയാണ് രാജു, അവരെന്നെ എപ്പോൾ വേണമെങ്കിലും കൊല്ലുമെന്നും ഋതിക വിഷമത്തോടെ പറയുന്നു. മേഡം വിഷമിക്കണ്ട, മേഡത്തിന് ഒന്നും സംഭവിക്കില്ല, കാവലായിട്ട് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകും. പക്ഷേ രാത്രികാലങ്ങളിൽ രാജു എൻ്റെ ഒപ്പം ഇല്ലല്ലോ എന്ന് ഋതിക പറയുമ്പോൾ, ഞാനില്ലെങ്കിലും എൻ്റെ മനസ്സ് മേഡത്തിൻ്റെ ഒപ്പം തന്നെയാണെന്ന് രാജുവും പറയുന്നു. മേഡം ഒന്ന് പേടിച്ചാലോ, അല്ലെങ്കിൽ മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഈ രാജുവിന് അപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് നിലാവും കണ്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ അംബിക തൻ്റെ ഗുണ്ടകളെ തല്ലുന്നതാണ് കാണിക്കുന്നത്. നിന്നെയൊക്കെ എന്ത് വിശ്വസിച്ചാടാ ഞാൻ കൂടെ നിർത്തേണ്ടത്? അവരെ കണ്ടെത്താതെ നീയൊന്നും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളെ രണ്ടിനെയും അടിച്ചു പുറത്താക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയും ഋതികയുമാണ്. അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു പാറ്റയെ കാണുകയാണ് ഋതിക. പെട്ടെന്ന് തന്നെ പേടിയോടെ രാജുവിന്റെ പിന്നിലൂടെ ചുറ്റിപ്പിടിക്കുകയാണ് ഋതിക. ഞാൻ അവിടെ പാറ്റയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഋതികയുടെ കൈ ബലമായി പിടിച്ചു മാറ്റുകയാണ് രാജു. അത് പിന്നെ ഞാൻ രാജുവിനെ കെട്ടിപ്പിടിച്ചപ്പോ നാണിച്ചിട്ട് പാറ്റ പോയതായിരിക്കുമെന്ന് ഋതിക ചമ്മലോടെ പറയുന്നു. ഇത് കേൾക്കുന്ന രാജു പറയുകയാണ്, മേഡം ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, ഈ മേഡത്തിനെ കാണാനാ എനിക്കിഷ്ടം. രാത്രി ഏറെയായി, മേഡം കിടന്നോളാൻ രാജു പറയുമ്പോൾ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്നും രാജുവും എൻ്റെ ഒപ്പം തന്നെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബലമായി രാജുവിനെ കട്ടിലിൽ തന്നെ കിടത്തുകയാണ് ഋതിക. തുടർന്ന് രാജു നീങ്ങിക്കിടക്കാൻ ശ്രമിക്കുമ്പോൾ രാജുവിന്റെ അടുത്തേക്ക് ചെന്ന് രാജുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഋതിക. അങ്ങനെ ഋതിക നന്നായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ രാജു താഴേക്ക് ഇറങ്ങി കിടക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. രമ്യ രാജുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, ഇന്നലെ രാത്രി രാജു വന്നില്ലല്ലോ, രാജു എവിടെ പോയെന്ന് എന്താണെങ്കിലും അന്വേഷിക്കണമെന്ന് രമ്യ പറയുന്നു. അവൻ എന്തോ അത്യാവശ്യത്തിന് പോയതാണെന്നല്ലേ വേണുവേട്ടൻ പറഞ്ഞത്, പിന്നെ എന്താണെന്ന് രാധമ്മ ചോദിക്കുമ്പോൾ, ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് രമ്യ പറയുന്നു. അതേസമയം വേണു ഹാളിലേക്ക് വരികയാണ്. ഇവിടെ എന്താ വട്ടമേശ സമ്മേളനമാണോ എന്ന് വേണു ചോദിക്കുമ്പോൾ, അത് പിന്നെ രാജു ഇന്നലെ രാത്രി വന്നില്ലല്ലോ, അതിന്റെ ചർച്ചയാണെന്ന് രാധമ്മ പറയുന്നു. എന്റെ മോൻ എവിടെ പോയെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും അതിന്റെ പേരിൽ ഒരു ചർച്ചകളും ഇവിടെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വേണു അകത്തേക്ക് കയറി പോകുന്നു. അതേസമയം അംബികയുടെ ഫോണിലേക്ക് രമ്യ വിളിക്കുകയാണ്. മേഡം, ഞാൻ രാജുവിന്റെ വീട്ടിൽ പോയിരുന്നു, രാജു വീട്ടിലില്ല, അവിടെ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചതെന്ന് രമ്യ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അംബിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.